ഓണത്തിന് കോട്ടയത്ത് ഒരുപാട് മേളകളൊക്കെ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് കാർഷിക പ്രദർശന മേളയാണ് കേട്ടോ. ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ നല്ല വിത്ത്, നല്ല പൂവിട്ട് നിൽക്കുന്ന ചെടികൾ, അതിന്റെ വിത്തുകള്, ഇതൊക്കെ ജമന്തിയുടെ വെറൈറ്റീസ് ഒക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ കാണാൻ വന്ന ചീരത്തൈ, മുളക് തൈ, വെണ്ടത്തൈ, അങ്ങനെ ഐറ്റംസ്, പിന്നെ കൈത്തറി മുണ്ടുകള്, പിന്നെ ഈ ദുനിയാവിലുള്ള കത്തികളെല്ലാം ഇവിടെ കാണുമെന്ന് തോന്നുന്നു. അതുപോലെ കത്തികള്, പാനുകള്, അതും ചെറുതും വലുതുമായിട്ടുള്ളത് എല്ലാം. പിന്നെ നാടൻ ചമ്മന്തിപ്പൊടി, പിന്നെ വാഷുകള്, അച്ചാറുകള്, ഇതൊക്കെ ഹോം മെയ്ഡ് അച്ചാറുകളാണ് കേട്ടോ. പിന്നെ ഇത് പ്ലാസ്റ്റിക് ബാഗ് പോലെ തോന്നുന്നുണ്ട്. അതായത് പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ, ഇത് പായൊക്കെ ഉണ്ടാക്കുന്ന തഴയാണ് കേട്ടോ. കൈതോല എന്നൊക്കെ പറയവേ അത് വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. അത് പിന്നെ കളറൊക്കെ കയറ്റുന്നതാണ്. അടുത്തതായിട്ട് സ്പൈസ് മാജിക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ പൊടികൾ, മസാല, അച്ചാറുകൾ എന്നിവയൊക്കെയാണ് കേട്ടോ. ഇത് ഓൺലൈൻ ബിസിനസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ഒക്കെ നടത്താം. അവരുടെ ബ്രാൻഡ് കയറി നോക്കിയാൽ മതി. പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അവലിന്റെ 2-3 വെറൈറ്റീസ് കണ്ടു കേട്ടോ. അതായത് ഗോതമ്പ് അവല്, മുതിര അവല്, റാഗി അവല്, അങ്ങനെയൊക്കെ പറഞ്ഞ 2-3 ഐറ്റംസ്. അപ്പോൾ ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞാനും ഈ ഗോതമ്പിന്റെ അവല് മേടിച്ച് നോക്കിയായിരുന്നു. കുട്ടികൾ പിറകെ തിന്നുമായിരുന്നു കേട്ടോ. നിങ്ങൾ പിന്നെ കാണുമ്പോൾ മേടിച്ച് നോക്കണം, വെറൈറ്റിയാണ്. പിന്നെ കിച്ചൂസ് എന്ന് പറഞ്ഞ നാടൻ അച്ചാറുകൾ, പിന്നെ ഹോം മെയ്ഡിലായിട്ട് ഉപ്പിലിട്ട സാധനങ്ങൾ, ക്വാഷുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അടുത്ത ശംഖുപുഷ്പത്തിന്റെ തീയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുടിച്ചു നോക്കിയായിരുന്നു. നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ശംഖുപുഷ്പം ഉണങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചക്ക വെച്ചിട്ടുള്ള അവലോസ് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു വെറൈറ്റിയാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന മില്ലറ്റ്സ് ആണ് കേട്ടോ. അത് വേവിച്ച് കഴിക്കാനുള്ളതാണ്. കോവയ്ക്ക, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ഉണങ്ങി അതിൻ്റെ അകത്ത് ചേരുന്നതാണ് കേട്ടോ. അടുത്തത് കൊതി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ കപ്പ കൊണ്ടാട്ടമാണ് കേട്ടോ. പപ്പടത്തിന് പകരമായിട്ടൊക്കെ യൂസ് ചെയ്യാന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അത് എൻ്റെ കയ്യിലിരിക്കുന്നത് മുരിങ്ങയില വെച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ. മുരിങ്ങയില ഉണങ്ങി പൊടിച്ച് ചേർക്കുന്ന അത് പറഞ്ഞു. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അവലിൻ്റെ വെറൈറ്റി സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണേ.